Okay. Good morning. Morning, mom. Morning. Good morning. മൂന്ന് ഗുഡ് മോർണിംഗേ കിട്ടിയുള്ളൂ. Good morning. നാലായി. Good morning, ma'am. Okay. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ലേ? ഫിക്സഡ് മൈൻഡ് സെറ്റ് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. പക്ഷെ അതിലേക്ക് പോകുമ്പോ നമുക്ക് എങ്ങനെയാ അതിലേക്ക് എത്താം? സ്ക്രീൻ ഷെയർ ആവട്ടെ. പറ്റുന്നില്ലല്ലോ. ഞാൻ ഹോസ്റ്റ് അല്ലേ? ഹോസ്റ്റ് ആക്കാമോ? അതിനാമ അത് വേണ്ട. ഓക്കെ. പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഞാൻ പറയുന്നത് എന്റെ മുഖം കണ്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലേ? ഓക്കെ. അപ്പോ നമ്മള് ഏതൊരു കാര്യത്തിലേക്ക് ആ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഗോൾ സെറ്റിംഗ്സിന്റെ ക്ലാസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഈ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സത്യത്തിൽ നമ്മൾ അതിലേക്ക് എത്തുന്നത്? അതായത് വിജയത്തിന്റെ ആ ഒരു ന്യൂറോ സയൻസ്. ഓക്കെ. നമ്മള് എന്തിലേക്കെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോ ഞാൻ ആദ്യം ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നേരത്തെ ക്ലാസ് കാണാത്തവർ ആ റെക്കോർഡ് കാണുക. അതിലിങ്ങനെ പറഞ്ഞിരുന്നു, നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറോൺ പാത്വേ രൂപപ്പെട്ട് വരും അല്ലേ? ഓക്കെ. അതായത് നമ്മൾ സ്ഥിരം നടക്കുന്ന ഒരു വഴിയിൽ അത് എപ്പോഴും നല്ല തെളിഞ്ഞിരിക്കും. അപ്പുറം ഇപ്പുറം രണ്ട് സൈഡും കാടുണ്ടെങ്കിലും നമ്മൾ നടക്കുന്ന സ്ഥലം എപ്പോഴും എന്തുണ്ടായിരിക്കും? അവിടെ പുല്ലൊക്കെ പോയിട്ട് നല്ല തെളിഞ്ഞ ഒരു വഴി രൂപപ്പെടും. അതുപോലെയാണ്. അതായത് നമ്മളിപ്പോ ഈവൻ ഈ ഒരു കേബിൾ കണ്ടല്ലോ, ഇതിനകത്തൂടെ ഒരു വയർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഈ ഒരു കോട്ടിങ് വെച്ചിട്ട് ഇത് നല്ല ഭദ്രമാക്കിയിരിക്കുകയാണ്. അതുപോലെ നമ്മള് ബ്രെയിനിൽ ആ ഒരു ന്യൂറോൺസ് ഇങ്ങനെ നല്ല രീതിയിൽ കണക്റ്റായി ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതായത് നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഏത് കാര്യമാണോ നമ്മൾ നേടിയെടുക്കണം, നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് എത്തണം എന്ന് നമ്മൾ വിചാരിക്കുന്നുവോ, അത് നമ്മളൊരു 10,000 ടൈംസ് നമ്മൾ ഡെഡിക്കേഷനോട് കൂടി എഫേർട്ടോട് കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താവും? അത് ഈസി ആയിട്ട് മാറും. നമുക്കത് കുറെ കൂടി ഈസി ലെവലിൽ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം നമ്മള് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് വ്യക്തമായിട്ടൊരു ഗോളൊന്നും ഇവിടെ ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഒരു 24 മണിക്കൂറും നെഗറ്റീവ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വറി ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 10,000 ടൈംസ് ഡെഡിക്കേഷനോട് കൂടി തന്നെ അതിൽ വറി ചെയ്യുന്നുണ്ട് അല്ലെ? ആ വറി ചെയ്യുന്ന കാര്യത്തിലും നെഗറ്റീവ് തിങ്കിങ്ങിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ ഡെഡിക്കേഷൻ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു പ്രൊഫഷണൽ വറിയറായി മാറും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ നെഗറ്റീവ് തിങ്കറായി മാറും അല്ലെ? അതാണ് സംഭവിക്കുന്നത്. ചെറിയ രീതിയിൽ തുടങ്ങി ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഫുൾ ടൈം അതിലേക്ക് അങ്ങ് അഡിക്റ്റ് ആവും. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ഇപ്പൊ ഒരു ജോലി നേടിയെടുക്കണം, PSC കോച്ചിങ്ങിന് പോയി പല ആൾക്കാർക്കും ഏജ് ഓവറായിട്ടും ലിസ്റ്റിൽ വരുന്നില്ല, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല. അപ്പൊ ഇവരൊക്കെ എന്താണ്? ആ സ്ട്രെസ്സിലേക്ക് അങ്ങ് പോകും. അത് ഒരു ട്രോമയായി മാറും. പിന്നെ അതിന്റെ ആ ട്രിഗറായി അത് ഇമോഷനായി, ആ ഇമോഷന്റെ മേലെ
ആണ് പിന്നെ നമ്മുടെ ജീവിതം, അല്ലെ? അപ്പൊ വളരെ കുറെ പഠിച്ച് ജോലി കിട്ടിയില്ല, എന്താ പാവം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആൾക്കാരുടെ ഈ ആത്മകഥം കൂടി നമ്മൾ കേട്ടോണ്ട് ആകെപ്പാടെ മൊത്തത്തിൽ ഡൗൺ ആവും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരും ഒരുപാടൊക്കെ പഠിച്ചിട്ട് അവർക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എത്താത്തതിന്റെ കാരണവും ഇതാണ്. അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ളതിന്റെ കൂടി ഒരു ആൻസർ നമ്മൾ കണ്ടെത്തി വെച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഇവിടെ ഡീപ്പ് ലെവലിൽ നമുക്ക് പാഷൻ വേണം. ഡീപ്പ് ലെവലിൽ നമ്മൾ ഒരു പാഷൻ വേണം. അതായത് ഈ ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാല് അവര് എക്സൈറ്റ്മെന്റ് ആണ്, ജോയ്ഫുൾ ആണ്, ആ ഒരു ഡീപ്പ് ലെവൽ പാഷൻ ഉണ്ട് അവർക്ക്, ഡെഡിക്കേഷൻ ആണ്. അതുപോലെ തന്നെ അവര് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഹൈ അച്ചീവേഴ്സിനെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്, അല്ലെ? അപ്പൊ ഈ 10,000 ടൈംസ് നമ്മള് 10,000 ഹവേഴ്സ് നമ്മൾ ഒരു ടോപ്പിക്കിൽ കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ടാലന്റ് ആയിട്ട് നമ്മൾ മാറും ആ ഒരു കേസിൽ. ബട്ട് സംടൈംസ് ഇറ്റ് ക്യാൻ ബി ബോറിങ്. ഒരു കാര്യം തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും, അല്ലെ? പക്ഷേ അവിടെയാണ് പറയുന്നത് ഡീപ്പ് ലെവൽ പാഷൻ വേണം, നമ്മൾ ജോയ്ഫുൾ ആയിരിക്കണം, എക്സൈറ്റ്മെന്റ് ആയിരിക്കണം, അല്ലെ? ഞാനൊക്കെ ഒരു 14 വർഷത്തിന് മുമ്പ്, 14 അല്ല 10-20 വർഷം ആവും, ഞാനിങ്ങനെ TTC പഠിക്കുന്ന സമയം. ആ സമയത്ത് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കൊച്ചു കുട്ടികളെ. അതുകൊണ്ട് ഞാൻ പ്രീ പ്രൈമറി TTC എടുത്തു. അപ്പൊ എനിക്കത് ഇഷ്ടമാണ്, അതിൽ പാഷനുണ്ട്, ഓക്കെ ആണ്. ഉറക്കം അളച്ചിരുന്ന് പഠിക്കുമായിരുന്നു. നല്ല മാർക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം, പിന്നെ നല്ല പെർഫോമർ ആവണം എന്നുള്ള ആഗ്രഹം. ഈ 3 മണി ടൈമിലൊക്കെ എഴുന്നേറ്റാല് പിന്നെ കംപ്ലീറ്റ് വരയ്ക്കലും എഴുത്തും ഒരുപാട് ലേണിംഗ് എയ്ഡൊക്കെ ഉണ്ടാക്കണം, ഒരുപാട്. അപ്പൊ അത്രയും ഡെഡിക്കേഷനോട് കൂടി ഇരുന്ന് ചെയ്യും. ആ ഉറക്കം ഒഴിയലോ ഒന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. കാരണം എന്താണ്? ഇതിന്റെ ആ ഒരു എൻഡ് ഓഫ് ദ ഡേയിൽ നമുക്ക് കിട്ടുന്ന അച്ചീവ്മെന്റിനെ കുറിച്ച് മാത്രമാണ് നമ്മുടെ ചിന്ത, അല്ലെ? അവിടെ നമ്മൾ ക്ലാസ്സിൽ പോയി നിൽക്കുന്നു, പഠിപ്പിക്കുന്നു, ആ ഒരു വിഷ്വൽ. അപ്പൊ ഇവിടെ ഒരു പാഷനോടുകൂടി മാത്രം പോയി കഴിഞ്ഞാൽ മാത്രം പോരാ, അവിടെ ആ വിഷ്വലും കൂടി നമ്മുടെ മൈൻഡിലേക്ക് വന്നാല് കുറെ കൂടി ഈ ന്യൂറോണിന്റെ ആ ഒരു വയറിങ് എന്ന് പറയുന്നത് കുറെ കൂടി എളുപ്പമായി മാറും. ഇവിടെയാണ് വിഷ്വലൈസേഷന്റെ ആ പവർ വരുന്നത്. ഓക്കെ. പിന്നെ വരുന്നത്, നമ്മൾ ഈ ഗോൾ എഴുതുന്ന സമയത്ത് നമ്മുടെ സ്ട്രെങ്തും ആ കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ വീക്ക്നെസ്സിനെ നമ്മൾ പാടെ അവോയ്ഡ് ചെയ്തിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്ട്രെങ്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കരിയറിൽ ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് പോവാം. ഒരു 10 ടൈംസ് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്ക് 10 ടൈംസ് നമ്മൾ കഴിഞ്ഞാൽ അതിൽ നമ്മൾ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോകണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്. അപ്പൊ ആ ഒരു 6 ടോപ്പിക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണം, അല്ലെ? ഇപ്പൊ തന്നെ ടീച്ചിങ് മെത്തേഡിലൊക്കെ, ടീച്ചിങ് ക്ലാസ് ട്രെയിനിങ്ങിലൊക്കെ പോകുന്നവർക്ക് ഒരു കാര്യത്തിൽ മാത്രമല്ല അവർ എക്സ്പേർട്ട് ആവുന്നത്. അവിടെ അവര് ചൈൽഡ് സൈക്കോളജി പഠിക്കണം, അല്ലെ? സൈക്കോളജി മൊത്തത്തിലുള്ള സൈക്കോളജി പഠിക്കണം, പിന്നെ ചൈൽഡ് സൈക്കോളജിയിൽ കുറെ കൂടി സ്പെഷ്യലൈസ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് കയറിയാലും പാഷൻ ഉണ്ടെങ്കിൽ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പല ആൾക്കാർക്ക് ഈ പറയുന്നത് കൊണ്ട് അവിടെ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്, ഇല്ലേ? അപ്പോ ഈ 6 ടോപ്പിക്സിൽ നമ്മൾ പഠിക്കുക. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിർത്തരുത്, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ലേണിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ 6 സംഭവങ്ങൾ, ഈ 6 ടോപ്പിക്സിൽ 6 ഡയമെൻഷനിൽ നിന്ന് നമ്മൾ ഒരു 100 ടൈംസ് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തികൾ ആൾക്കാരെപ്പോഴും അത്യത്ഭുതത്തോടെ നോക്കി നിൽക്കും. നമ്മൾ അവിടെ അച്ചീവറാണ്, അല്ലെ? ഹൈ പ്രൊഫഷണൽസിനെയൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ തന്നെ ഈ ഉസൈൻ ബോൾട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലെ? അദ്ദേഹം ഒരു 10-15ഓളം മിനിറ്റ് കാണികളുടെ മുന്നിൽ ഓടിയിട്ട് അദ്ദേഹത്തിന്
ഒരു മെഡൽ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബിഹൈൻഡ് ദ സ്ക്രീൻ 20 years ആണ് അദ്ദേഹത്തിന്റെ ആ നല്ല പ്രായം കംപ്ലീറ്റ് അദ്ദേഹം ഓടി പ്രാക്ടീസ് ചെയ്യായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ കൂടെ ആരും ഉണ്ട് ഇല്ല എന്നുള്ളതല്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ടൈമർ വെച്ചിട്ട് അദ്ദേഹം ഓടുമായിരുന്നു, ഓടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ PT ഉഷ അവരെന്തുമാത്രം മെഡൽ വാങ്ങിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ അവരുടെ ബോഡി തന്നെ കണ്ടിട്ടുണ്ടോ, ഭയങ്കര സ്ട്രോങ് ആണ്. സാധാരണ പോലെ അല്ല, ആണുങ്ങളുടെ പോലത്തെ മസിൽസ് ഒക്കെയാണ് അവർക്കുള്ളത്. എന്തുകൊണ്ടാണ് അവര് നിരന്തരം അതിൽ കൂടി ഇങ്ങനെ അവരുടെ ആ പാഷനിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഫിറ്റ്നസ് ബോഡി കിട്ടിയത്, അവർക്ക് ആ ഓടാനുള്ള ആ ഒരു സ്പീഡ് കിട്ടിയത്, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് 1% ഒരു ദിവസം 1% എങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്, അല്ലെ? ഈ ഡൗൺ ആവുന്ന എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് ഗോൾ ഇല്ല, നമുക്ക് ഈ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്താകും എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയയും ഇല്ല, അല്ലേ? ഇപ്പൊ ഒരു കപ്പൽ തന്നെ ഒരു കടലെന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു സംഭവമാണ്. അവിടെ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ വഴിയൊന്നും ഇല്ല, ഇങ്ങനെ വിശാലമായി കിടക്കാണ്. ഏതിലേക്കൂടെ വേണമെങ്കിലും കപ്പൽ നമുക്ക് ഓടിക്കാം. പക്ഷെ അതിനും ഒരു റൂട്ട് മാപ്പ് അവരുടെ കയ്യിലുണ്ട്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷനിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? ആ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് കൈയടക്കാൻ പറ്റുന്നത്, നമുക്ക് പോയി ആ സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഈ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ വറി ചെയ്യാതെ നമ്മൾ അതിലേക്ക് ഫോക്കസ്ഡ് ആയിക്കൊണ്ട് 100 times നമ്മൾ ഡെഡിക്കേഷനോട് കൂടി ഫോക്കസ് ആയിക്കൊണ്ട് നമ്മൾ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്താവുന്നത്, നമുക്ക് ഇന്ന് കാണുന്ന ഈ ഒരു അച്ചീവ്മെന്റ് ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്, അല്ലേ? ഇപ്പൊ തന്നെ ഞാനിവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയാണ് ഈ ഒഴുക്കോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന? ഒറ്റ ദിവസം കൊണ്ട് ഞാൻ വന്നതല്ല, എന്റെ ഫസ്റ്റ് ക്ലാസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ എടുത്ത ഫസ്റ്റ് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും, വല്ലാത്ത ഒരു പേടി, ഒരു ഭയം, സംസാരിക്കുമ്പോൾ തെറ്റിപ്പോവുക, വിക്ക് വരിക, വാക്കുകൾ സ്വന്തം മാതൃഭാഷയായിട്ട് പോലും വാക്കുകൾ പുറത്തേക്ക് കിട്ടാതെ ഭയപ്പെടുന്ന ഒരു അവസ്ഥ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വെച്ചിട്ട് നിർത്തിയില്ല. പണ്ട് ഏതോ ഒരു ടീച്ചർ പറഞ്ഞു, ഒന്നുകിൽ ഒരു രാഷ്ട്രീയക്കാരിയാവും, ഇല്ലെങ്കിൽ ഒരു പ്രഭാഷകയാകുമെന്ന് പണ്ടൊരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് രണ്ടും ആയില്ല. രാഷ്ട്രീയത്തില് താല്പര്യമില്ല, പിന്നെ പ്രാസംഗിക എന്നുള്ളൊരു ലെവലിലേക്ക് പോകാനും കഴിഞ്ഞിട്ടില്ല. വിവാഹത്തോടു കൂടി ജീവിതം 4 ചുവരുകൾക്കുള്ളിലായി. പക്ഷെ അപ്പോഴും ആ പറഞ്ഞ ഫ്രെയിം എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. ഞാൻ അതിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പലപ്പോഴും ഈ ഒരു അവസ്ഥയെ ഞാൻ എന്ത് ചെയ്തു, വിഷ്വൽ ചെയ്തുകൊണ്ടേയിരുന്നു. ഞാനിങ്ങനെ സദസ്സിനോട് സംസാരിക്കുന്നു, അപ്പോഴും പുറത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല, 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. പക്ഷെ അവിടെയും എന്റെ ഈ പാഷൻ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇന്ന് ടെക്നോളജി എനിക്ക് അഡ്വാൻസ്ഡ് ആണ്. നമുക്കുള്ള സംബന്ധിച്ചിടത്തോളം വീട്ടിനകത്ത് ഈ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് കൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാം. ഇത് പുറത്ത് വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ എപ്പോ എഴുന്നേൽക്കണം, എപ്പോ യാത്ര ചെയ്യണം, എപ്പോ അവിടെ എത്തണം. പക്ഷെ ഇവിടെയോ, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ കിച്ചണിലേക്ക് നേരെ പോവാം, അല്ലെ? അവിടെയും അയ്യോ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല, എനിക്ക് ആരും അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തില്ല, എനിക്ക് സപ്പോർട്ടില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സ്വയം അടഞ്ഞടഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരാനോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് കഴിയുമായിരുന്നില്ല. അപ്പോ പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോഴും എന്റെ റിയൽ ലൈഫുമായിട്ട് എനിക്ക് ബന്ധിപ്പിച്ച് പറയാൻ കഴിയുന്നത് തന്നെ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ ലേഡീസിന് ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു, ഒരു പ്ലാറ്റ്ഫോമിൽ, ഒരു കമ്പനിയിൽ. അവിടെയാണ് സത്യം പറഞ്ഞാല് ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. പഠിക്കുന്നതിനനുസരിച്ച് കുറെ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യവും ഞാൻ എടുത്തിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഈ പഠിച്ച കാര്യങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരിൽ നിന്ന് കിട്ടുന്ന ആ ഫീഡ്ബാക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ എന്നെ മുന്നോട്ട് നയിച്ചത്. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന അച്ചീവ്മെന്റിന്റെ ആ ലാസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ആ ഫീഡ്ബാക്കുകൾ, ഓക്കെ, അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് ഫോക്കസ് ചെയ്യാം, ജോയ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കുക.
ആ എക്സൈറ്റ്മെന്റോട് കൂടി നമ്മൾ പോകുന്ന സമയത്ത് നമുക്കത് ബോറിംഗ് ആയി തോന്നില്ല. ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ബോറ് അനുഭവപ്പെടില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഏതിലെങ്കിലും ഒന്നിനും മാസ്റ്റർ ആവണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഏതും ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണല്ലോ. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യാ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് മാത്രമല്ല, പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും കൂടി ചെയ്യുക. ഓക്കെ, പകർന്നു കൊടുക്കുമ്പോൾ എങ്ങനെയുള്ളവർക്കായിരിക്കണം, നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വേറെ പണിയില്ലെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ കളിയാക്കി വിടുക. അപ്പൊ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക, അവിടെ നിങ്ങൾ ക്ലാസ്സുകൾ കൊടുത്തു തുടങ്ങുക. പല ആൾക്കാരും പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ആവണം എന്ന് വിചാരിച്ചിട്ട് വരുന്നവരാണ്. പക്ഷെ പലർക്കും നിഷ് മാർക്കറ്റ് കണ്ടെത്താൻ കഴിയുന്നില്ല. എങ്ങനെയാണ് അവസരങ്ങൾ സൃഷ്ടിക്കാന്ന് അറിയില്ല. സിമ്പിളാണ്, എല്ലാം സിമ്പിളാണ്. നമ്മുടെ ഈ ലോകം നമുക്ക് വിശാലമാണ്, അല്ലെ? ഇപ്പൊ തന്നെ ഏതെല്ലാം ജില്ലകളിലുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും. സജിന മാം ഓൾറെഡി തൃശ്ശൂർ, ഞാൻ തിരുവനന്തപുരം, അല്ലെ? അപ്പൊ നമുക്ക് അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ തടസ്സങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് നിൽക്കാതെ നമുക്ക് അപ്പോഴും ചിന്തിക്കുക, എന്റെ ബോഡിയിൽ അതിനുള്ള എല്ലാ ഒരു ഇതും എനിക്ക് കണക്റ്റായി വരും. അത് ഒരു പ്രാപഞ്ചിക സത്യമാണ്. ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക, ക്ഷീണിച്ചു പോവാതെ മുന്നോട്ട് പോവുക. കുറെ പണം ഉണ്ടായിട്ട് കുറെ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ കുറെ ക്യാഷ് ഉണ്ടായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവം ചെയ്യാം എന്ന് പറഞ്ഞൊന്നും ഇരിക്കരുത്. ആ ന്യൂറോൺ പാത്വേ ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നതിനനുസരിച്ച് എല്ലാം കണക്റ്റായി നമ്മളിലേക്ക് വരും. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അത് നമ്മളിലേക്ക് അടുക്കും. അത് ഓക്കെ. താമ്പാതി ദൈവം പാതി എന്നൊക്കെ പണ്ടുള്ളവർ പറയുമല്ലോ. നമ്മൾ 1% ഒരു ദിവസം നമ്മൾ മുന്നോട്ട് പോവുക, നെക്സ്റ്റ് ഡേയിൽ 1% ആവുക, അപ്പോഴത്തന്നെ എത്രയായി, അങ്ങനെ ആവുമ്പോഴത്തേക്ക്. പക്ഷെ അതിൽ നമുക്ക് കറക്റ്റ് ഒരു റൂട്ട് മാപ്പ് നമുക്ക് വേണം. നമ്മുടെ കയ്യിൽ ഒരു ഡയറി വേണം, നമുക്കൊരു ഗോൾ വേണം, നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കണം. ആ ഗോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് വേണം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സ്ട്രെങ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, എന്തൊക്കെ സ്കിൽസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുക, അതിലേക്ക് പോവുക, എക്സ്പേർട്ടുകളുടെ സഹായം തേടുക. ഓക്കെ, അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വറി ചെയ്ത് നമ്മൾ ഒരു മൂലയ്ക്ക് ഇരിക്കാതെ ഈ ഒരു കാര്യം നമുക്ക് നേടേണ്ട കാര്യമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് നിൽക്കുന്ന ആ പ്രൊഫഷണലുമായിട്ട് ഹൈ അച്ചീവേഴ്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാവുക. അപ്പൊ ആ തുറന്ന് സംസാരിക്കാനായിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങുക. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന അവസരങ്ങളൊക്കെ എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരൂല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ഒരു കംഫർട്ട് സോണിനകത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്തുകൊണ്ട് ആ കംഫർട്ട് സോൺ പൊളിക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ചിന്തിക്കുന്നവന്റെ മുന്നിൽ ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ ചിന്തിക്കുന്നവന് ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല എന്ന് പറയുന്ന കണക്ക് 2 തരത്തിലുള്ള ചിന്തയുണ്ട്, അല്ലെ? നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ആ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ഈ ഒരു അഡ്വൈസ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോവാൻ ശ്രമിക്കുക. നമ്മുടെ ആ ഒരു ന്യൂറോൺ പാത്വേ എപ്പോഴും അത് വളർന്നുകൊണ്ടേയിരിക്കും. ആ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ആ പാത തെളിയിക്കുക. അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വം, അല്ലെ? ഒരു കുട്ടി എഴുന്നേറ്റ് നടക്കാനായിട്ട് തുടങ്ങുന്ന കുട്ടി പലപ്പോഴും വീണു പോവാറുണ്ട്, അല്ലെ? അവനിങ്ങനെ ആദ്യം ചുമരിലൊക്കെ ഇങ്ങനെ കൈവച്ച് നടന്നു വരുമ്പോൾ ഒന്ന് പിടിച്ചൊക്കെ നടന്നു തുടങ്ങി. ലാസ്റ്റ് ഓരോ പ്രാവശ്യം അവൻ നടക്കുമ്പോഴും ആടി ആടി വീണു പോവാണ്. പക്ഷെ ആ വീഴുന്ന സമയത്ത് ആ കൊച്ച് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല അവൻ കൂലിക്കൂടി ഇരിക്കാറുണ്ടോ? ഇല്ല. ആ സമയത്ത് അവൻ നെഞ്ച് വിരിച്ചിട്ടാണ് നടക്കുന്നത്. 2 കൈകൾ ഇങ്ങനെ ഇരിക്കും, നെഞ്ച് വിരിച്ചിട്ട്. ആ കണ്ണുകളിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, ഭയങ്കര ചിരിയായിരിക്കും, ആ ഒരു എക്സൈറ്റ്മെന്റ്. കാരണം അവൻ വിചാരിക്കുന്നിടത്തേക്ക് പോണം, ആ സാധനം എടുക്കണം, അവന് നടക്കണം. അപ്പൊ ആ നടക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടി വീണു പോകുന്നു, പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുന്നു, കുട്ടി നടക്കുന്നു, അല്ലേ? അങ്ങനെയൊക്കെ നടന്നു വന്ന് നമ്മൾ ഇത് കാണുമ്പോൾ, ഈ കുട്ടിയുടെ വീഴല് കാണുമ്പോൾ അയ്യോ എന്ന് നമ്മൾ വിളിച്ചു പോകും. പക്ഷെ അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. അവര് വീണ്ടും എഴുന്നേൽക്കുന്നു, നടക്കുന്നു. ആ നടക്കുന്ന സമയത്ത് ആ കുട്ടി അതൊന്ന് ഈ നടന്നു തുടങ്ങുന്ന കുട്ടികളെ ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കണ്ണുകളിലെ ആ ക്യൂരിയോസിറ്റി. അവൻ നെഞ്ചു വിരിച്ചാണ് നടക്കുന്നത്. അത് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ, കാലുകൾ എടുത്തു വെച്ച് നടക്കാൻ തുടങ്ങി ആടി 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 വീണു പോകും, ഇല്ലേ? എന്നാലും അവന്റെ മനസ്സിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്.
ആ ഓരോ ചുവടും എടുത്ത് വെക്കുന്നു. അപ്പൊ ആ ഓരോ ചുവടും എടുത്ത് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ എക്സൈറ്റ്മെന്റിനോട് കൂടി നമ്മൾ ആ ചുവടുകൾ എടുത്തു വെക്കുക. നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ ആ ഒരു മുഖത്തും ഒക്കെ അതിന്റെ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം, ആ നേടിയെടുക്കുന്നതിന്റെ. അപ്പൊ ഓരോ ചുവടും വെക്കുമ്പോൾ നമ്മൾ ഓരോ പെർസെന്റേജ് നമ്മൾ അവിടെ എന്തായി, എക്സ്പെർട്ട് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ആ ഒരു ആ ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുകയാണ് നമ്മൾ, അല്ലേ? അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറെ കൂടി ഡീപ്പ് ലെവലിലേക്ക് എത്തും. അവിടെ നിന്ന് കുറെ കൂടി ഡീപ്പ് ആവും. അപ്പോൾ നമ്മൾ എന്താവും, നമ്മുടെ ആ ഒരു അച്ചീവ്മെന്റിന്റെ ദിവസം എത്തുന്ന സമയത്താണ് നമ്മൾ ശരിക്ക് പറഞ്ഞാല് ശരിക്കും നമ്മൾ പുറകിലോട്ട് നോക്കുമ്പോൾ അതിന്റെ നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങള്, വിഷമങ്ങൾ, അല്ലേ, അതൊക്കെ നമുക്ക് പിന്നെ വെറും ഒരു കെട്ടുകഥ മാത്രമായിട്ട് മാറും. അത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്കും അതൊരു കേട്ടിരിക്കാൻ സുഖമുള്ള ഒരു സ്റ്റോറിയായി മാറും. അത്രേ ഉള്ളൂ. അപ്പൊ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഗ്രോത്ത് മൈൻഡ് സെറ്റിലെ അങ്ങനെ ഇല്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവർ, ഇനി എന്ത് എന്ന് ഒരു ചോദ്യചിഹ്നം ഉള്ളവര്, അതിനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. ആ ട്രോമയിൽ നിന്ന്, സ്ട്രെസ്സിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാനായിട്ട് സ്വയം സാധിക്കുന്നില്ലെങ്കിൽ എക്സ്പേർട്ടുകളുടെ സഹായം തേടുക. എല്ലാം ഇന്ന് നമ്മുടെ കൈവെള്ളക്കകത്ത് നമുക്ക് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ അത് നമ്മുടെ മാത്രം കുറ്റമാണ്. അപ്പോ ആ സക്സസിന്റെ ആ ന്യൂറോ പാത്വേ അത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാവും. അപ്പൊ ആ ഒരു സക്സസിന്റെ ആ സയൻസ് അത് നമ്മൾ പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിയും എന്നുള്ളൊരു തോട്ടിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ആ ഒരു ചിന്ത മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും അവരവരുടെ മേഖലകളിൽ ഹൈ അച്ചീവേഴ്സായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. പിന്നെ ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്കുകൾ. ഓക്കെ, ജസ്റ്റ് ഫീഡ്ബാക്ക് കൂടെ നമുക്കൊന്ന് ഷെയർ ചെയ്ത്, അതേപോലെ ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ശ്രീജ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ആരാണ്? ശ്രീജനെയാണ്. നന്നായിരുന്നു. ഒരു കണ്ടിന്യൂസിറ്റി വന്നപ്പോ കുറച്ചും കൂടി ഒന്നും കൂടി നമുക്കത് സ്ട്രോങ് ആക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് വിജയത്തിന്റെ ഒരു പാത, അത് ശരിക്കും നമ്മള് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. ഇപ്പോ കുഞ്ഞു കുട്ടികളെ പോലെ നടക്കാൻ പഠിക്കുമ്പോൾ വീഴ്ചകൾ ഉണ്ടാവും എന്ന പോലെ തന്നെ നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ എന്തായാലും അതിൽ വീഴ്ചകൾ ഉണ്ടാവും. ഇന്ന് ലോകത്തെത്തിയ ഒരു മഹാന്മാരും തുടക്കത്തിലെ വീഴ്ചയില്ലാതെ മുന്നോട്ട് വന്നവരല്ല. അപ്പോൾ അതിന് ശരിക്കും നമ്മളെ മൈൻഡിനെ നന്നായിട്ട് ചിട്ടപ്പെടുത്തുക. അതുപോലെ തന്നെ അത് ഓരോ ഗ്രോത്തിങ്ങും നമ്മൾ വാച്ച് ചെയ്യുക. നമുക്ക് ഇതിലെന്താണ് പോരായ്ക എന്നുള്ളത് കണ്ടെത്താം. എനിക്ക് പറയാനുള്ളത് അത് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും മാമിൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ പറ്റിയത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ആ ഒരു ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് പോവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ദിവസം നിർത്താതെ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു ശ്രീജ മാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ വീണ്ടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു.